നേരെ മറിച്ച് എല്ലാം തകർന്ന്, എല്ലാം നന്മയുടെ പ്രതീകമായിട്ടുള്ള നായകൻ എല്ലാം തകർന്ന് ലൂസറായി നിൽക്കാൻ നേരത്ത് പിന്നെ നമ്മളുടെ നന്മയ്ക്ക് എന്താ പ്രസക്തി? ജീവിക്കുമ്പോൾ ഈ നന്മയുള്ളവനൊക്കെ ഇതേ വരുള്ളൂ എന്നൊരു തോന്നൽ നമുക്ക് വരും. ഹോപ്പ് വേണമല്ലോ. ആ ഹോപ്പ് വേണം. ചിത്രത്തിൽ പോലും ആ കുട്ടിയെ സേഫ് ഹാൻഡ്സിൽ എത്തിച്ചിട്ടാണ് നായകൻ. പൊന്നാരൻ തോട്ടത്ത് രാജാവ് ഞാൻ വളരെയധികം തർക്കിച്ചാണ്. എന്റെ കുട്ടി മരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ദൈവത്തോട്ട് മരിക്കുന്നത് വേണ്ട പ്ലീസ് എന്ന് പറഞ്ഞു, സമ്മതിച്ചില്ല. അത് ആ പടത്തിന് ഒരു ചെറിയ ബ്ലാക്ക് മാർക്ക് തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. അപ്പൊ ഞാൻ ഇതിനകത്ത് അത് പറയുമ്പോൾ എന്റെ ചിന്ത മുഴുവൻ പൈങ്കിളിയാണെന്ന് പറയും. പൈങ്കിളി എല്ലാം ഹാപ്പി എൻഡിങ് അല്ല, ജീവിതത്തിൽ എല്ലാം ഹാപ്പി എൻഡിങ് ആണോ എന്ന് ചോദിക്കും. ജീവിതത്തിൽ ഹാപ്പി എൻഡിങ് അല്ല, അതുകൊണ്ടാണ് സിനിമ കാണാൻ പോകുന്നത്. സിനിമ കാണാൻ പോകുമ്പോൾ ആണ് കുറച്ച് പ്രതീക്ഷ ഉള്ളത്, ഇത്തിരി മനസ്സമാധാനം. അപ്പൊ ഓവർ ഡോസ് ഓഫ് ഇതാണെങ്കിൽ ശരി, എംജിആറിന്റെ സിനിമകളിലെല്ലാം തന്നെ ഇനിയിപ്പോ ഇതിന്റെ ടൈറ്റില് ജഗദീഷിന് ഹാപ്പി എൻഡിങ് വേണം ജഗദീഷിന് ഹാപ്പി എൻഡിങ് വേണം സംവിധാനം. അത് ഹാപ്പി എൻഡിങ് അല്ല, അപ്പൊ അവനെ ഇടണ്ട, വെട്ടിക്കള. ഹാപ്പി എൻഡിങ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഞാൻ എന്റെ ആഗ്രഹമാണ് പറഞ്ഞത്, അത് ശരിയോ തെറ്റെന്നുള്ള ഞാൻ പറയുന്നത് ശരിയാണെന്നല്ല പറയുന്നത്, എന്റെ ആഗ്രഹമാണ് പറയുന്നത്. പ്രിയദർശൻ ചെയ്തത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, ലോഹിദാസ് ചെയ്തത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ ആഗ്രഹം അതൊക്കെ ഒരു പോസിറ്റീവ് എൻഡിങ്ങില്, ഒരു ഹാപ്പി എൻഡിങ്ങിൽ പോയിരുന്നെങ്കിൽ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ ഷേക്സ്പിയറിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾസ് ഉണ്ട്. ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്നത് ഹാപ്പി എൻഡിങ് ആണ്. കോമഡി ഓഫ് എറേഴ്സ് ഹാപ്പി എൻഡിങ് ആണ്. ഭയങ്കര ട്രാജഡി ആയിട്ടുള്ള ഹാംലെറ്റും ഉണ്ട്, മാക്ബത്തും ഉണ്ട്. ഇതെല്ലാം സക്സസ് ആയ സംഭവങ്ങളാണ്. ഒഥല്ലോ ട്രാജഡിയാണ്, അങ്ങേ അറ്റത്തെ ട്രാജഡിയാണ്. അപ്പൊ ഈ ട്രാജഡി നമ്മുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കും, അതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടും. റോമിയോ ആൻഡ് ജൂലിയറ്റ് ട്രാജഡിയാണ്, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും. ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നന്മ ഉണ്ടെങ്കിൽ ആ നന്മയുടെ വിജയത്തിന് ഒരു സൂചനയെങ്കിലും നൽകാൻ കഴിഞ്ഞാൽ എന്നിലെ പ്രേക്ഷകൻ ഹാപ്പി ആവുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് ഷേക്സ്പിയർ ചെയ്ത തെറ്റ്, ഷേക്സ്പിയറിനെ ചോദ്യം ചെയ്ത് ജഗദീഷ്.